ഇന്നിപ്പം ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഈ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഈ നമ്മുടെ MEP സെക്ടറിൽ നമ്മുടെ ഇലക്ട്രിക്കൽ അല്ലെ മെക്കാനിക്കൽ പഠിച്ച ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള ഒരു ഒരു ബേസിക് ഔട്ട്ലൈനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഞാൻ ക്ലാസ് എടുക്കുന്നതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിക്കാം. പിന്നെ ചില ഡൗട്ട്സ് വരാൻ പോകുന്നത് ഈ പറയുന്ന സ്പെസിഫിക് ടേംസ്, അതായത് കിലോ വാട്ട് അവർ അല്ലെങ്കിൽ ഈ KVAR അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ടേംസ് വരുമ്പോൾ ഡൗട്ട് വരും. അത് അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി അഥവാ ഒട്ടും മനസ്സിലാകുന്നില്ല പറയാ, ഞാനത് ക്ലാസ് നിർത്തി പറഞ്ഞുതരാം. അപ്പം നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ബേസിക്കലി ഒരു MEP സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സിന്റെ നമ്മൾ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ബേസിക്കലി നമ്മൾ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ HVAC, പ്ലംബിംഗ്, അതുപോലെ ഫയർ ഫൈറ്റിംഗ്, ഇതെല്ലാം ഡിസൈൻ ചെയ്യുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള ആ ഡിസൈൻ ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഇമ്പാക്ട്സ് ആണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നതെന്നുള്ളതാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് നോക്കുന്നത്. ഇത് മെയിൻ ആയിട്ട് നോക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്തുമാത്രം പവർ അല്ലെങ്കിൽ എന്തുമാത്രം എനർജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു വർഷം നമ്മൾ എന്തുമാത്രം എനർജി യൂസ് ചെയ്യുന്നുള്ള ഒരു ലാർജർ പിക്ചറിലോട്ട് നമുക്ക് നോക്കിയിട്ട് ഈ പറഞ്ഞ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഏറ്റവും മെയിൻലി യൂസ് ചെയ്യുന്ന കുറച്ച് എക്യുപ്മെന്റ്സിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. ഒരു എക്സാമ്പിൾ, നമ്മൾ വീട്ടിൽ AC യൂസ് ചെയ്യും, വീട്ടിൽ നമ്മൾ ഈ പറയുന്ന ഫാൻ യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ നമ്മുടെ ഹീറ്റേഴ്സ് യൂസ് ചെയ്യും. അപ്പൊ ഇതെല്ലാം നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യും. അപ്പം ഈ ഈ പറയുന്ന ആൾക്കാരെല്ലാം ഒരു പവർ കൺസ്യൂം ചെയ്തുകൊണ്ടാണ് ഇവരെല്ലാം വർക്ക് ചെയ്യുന്നത്, അല്ലെ? ആ പവറിനെ നമുക്ക് തരുന്നതാരാ? നമുക്ക് നമ്മുടെ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ ജനറേറ്റ് ചെയ്യുന്ന പവറാണ് നമുക്ക് ഈ പറയുന്ന നമ്മുടെ വീടുകളിൽ വന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന പവറുകൾ. അപ്പം ഈ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ, ഈ മൂന്ന് എക്യുപ്മെന്റ്സ് മാത്രം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ. ഞാനൊരു എക്സാമ്പിൾ, ഇത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി. കാര്യം മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പം ഒരു ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നമ്മൾ ഈ പറയുന്ന 3 എക്യുപ്മെന്റ് മാത്രം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പവർ ജനറേറ്റ് ചെയ്യാന്ന് വെച്ചോ. അപ്പൊ ഞാൻ എടുക്കും ഒരു AC, 1 ടണ്ണിന്റെ AC. നമുക്ക് കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി 1 ടണ്ണിന്റെ AC ഞാൻ 1000 വാട്ട്സ് എന്ന് എടുക്കുക. ഒരു ഫാൻ ഞാൻ 100 വാട്ട്സിന്റെ ഒരു ഫാൻ, ഒരു ഹീറ്റർ 1500 വാട്ട്സിന്റെ ഒരു വാട്ടർ ഹീറ്റർ. അപ്പൊ ഈ 3 ആൾക്കാരും വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ മൊത്തത്തിൽ ഈ 3 പേരെ ഞാൻ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ ലോഡ് എന്ന് വരുന്നത് എത്ര ആയിരിക്കും? നമുക്ക് 2600 വാട്ട്സ് ആണ് നമുക്ക് ഇവിടെ മൊത്തത്തിൽ യൂസ് ചെയ്യേണ്ടത്. ആ ഒരു പർട്ടിക്കുലർ വീട്ടിലോട്ട്, ആ പർട്ടിക്കുലർ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സൈറ്റിലേക്ക് നമ്മൾ ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ കൊടുത്തേക്കുക. അപ്പം ഇത് യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ അപ്പൊ ഈ 2600 വാട്ട്സ് പവർ ജനറേഷൻ ഇവിടെ ഉണ്ടാകണം. ആണല്ലോ അതിന്റെ മീനിങ്. ഇങ്ങനെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഇലക്ട്രിക്കൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ കൺസ്യൂമറിന്റെ ലോഡ് ഡിമാൻഡിനനുസരിച്ചാണ് നമ്മുടെ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ പവർ ജനറേറ്റ് ചെയ്യുന്നതും അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും. അപ്പം ഈ വാട്ട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പർട്ടിക്കുലർ എക്യുപ്മെന്റിന്റെ വാട്ടേജ്, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ എക്യുപ്മെന്റ് എന്തുമാത്രം പവർ എടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം കഴിഞ്ഞ ഒരു വർഷം ഇന്ത്യയിൽ മൊത്തത്തിൽ ജനറേറ്റ് ചെയ്ത്, ഇത് മനസ്സിലാക്കണം, വാട്ട്സ് കേട്ടോ. ഈ വാട്ട്സിനെ നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താണ് ഈ കിലോ വാട്ട് ആകുന്നത്. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിലോ വാട്ട് ആകുന്നത്. ആ കിലോ വാട്ട് കഴിഞ്ഞ് മെഗാവാട്ട് ഉണ്ട്, മെഗാവാട്ട് കഴിഞ്ഞ് ഗിഗാവാട്ട് ഉണ്ട്, അത് കഴിഞ്ഞാണ് ഈ ടെറാവാട്ട് എന്ന് പറയുന്ന വരുന്നത്. അപ്പൊ ഒരു വർഷം കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് കിട്ടിയേക്കുന്ന 2023-24 നമ്മൾ ഇന്ത്യയിൽ മൊത്തം ജനറേറ്റ് ചെയ്തേക്കുന്നത് 1624 ട്രില്യൺ ടെറാവാട്ട് ആണ്. ട്രില്യൺ അല്ല, ടെറാവാട്ട് അവർ. അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ യൂണിറ്റ് ഒക്കെ യൂസ് ചെയ്യത്തില്ലേ, നമ്മുടെ വീട്ടില്
നമ്മുടെ വീട്ടിൽ KCB വന്നിട്ട് നമുക്ക് നമ്മുടെ മീറ്ററിൽ നോക്കിയിട്ട് എത്ര പറയുന്നത്, നിങ്ങൾ 300 യൂണിറ്റ് യൂസ് ചെയ്തു, ആ 300 യൂണിറ്റിന്റെ പൈസ അല്ലേ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഇന്ത്യയിൽ നോക്കുമ്പോൾ ഈ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോ വാട്ട് അവർ കേട്ടോ, കിലോ വാട്ട് അവർ. അപ്പൊ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ അല്ല, 2023-24 ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഡേറ്റ. ആ ഡേറ്റ വെച്ച് നോക്കുമ്പോൾ 1624 ട്രില്യൺ ടെറാ വാട്ട് അവർ ആണ് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ കഴിഞ്ഞ ആ ഒരു 2023-24 നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ എന്തുമാത്രം പവർ ആണ് നമ്മൾ മൊത്തത്തിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഇതില് ഇതില് നമ്മൾ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് എന്താന്ന് ചോദിച്ചാല്, ഈ പറയുന്നതിനകത്ത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 20-25% എന്ന് പറയുന്നത് നമുക്ക് ലോസസ് ആയിട്ടാ പോകുന്നത്. കൂടുതൽ നമുക്ക് ലോസസ് ആയിട്ട് പോകും. അതിന്റെ കാരണം എന്താന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിൽ ഞാൻ പറഞ്ഞുതരാം. അതിന്റെ കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, നമുക്ക് ഒരു സ്ഥലത്ത് ജനറേറ്റ് ചെയ്ത് വെച്ചാൽ പോരാ, നമ്മൾ ആ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യണം. ആ ട്രാൻസ്മിറ്റ് ചെയ്തത് നമുക്ക് ഒരു പോയിന്റിൽ കൊണ്ടുവന്നിട്ട് അതിനെ പല സ്ഥലത്തോട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ ഈ പറയുന്ന പ്രോസസ്സ് മൊത്തം നടക്കുന്നത് അലൂമിനിയം ഓർ കോപ്പർ എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ ബേസിലൂടെ ആയിരിക്കും ഇത് നടക്കുന്നത്, അല്ലെ? അപ്പൊ ഈ നടക്കുന്ന സമയത്ത് എന്താ പറ്റുന്നത്? സ്വാഭാവികമായി ഇതിലേക്കൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് I²R ലോസ് ഉണ്ടാവും. ഇതിനെപ്പറ്റി വലുതായിട്ട് ചിന്തിക്കേണ്ട, എന്താണ്, ഹീറ്റ് ആണ് ഈ I²R ലോസ് എന്ന് പറയുന്നത്. അപ്പൊ ഹീറ്റ് ലോസ് ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. ആ ഹീറ്റ് ലോസ് ഒരു കാരണമാണ് ഈ ലോസ് ഉണ്ടാകാൻ. തെഫ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ആൾക്കാർ ഈ പറയുന്ന മീറ്ററിലേക്ക് ഡയറക്റ്റ് എടുക്കാതെ നമ്മളത് എന്താ പറയാ, തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ മോഷ്ടിച്ചുകൊണ്ട് പോവാന്നുള്ള ഒരു രീതിയിൽ, അതായത് മീറ്ററിങ്ങിൽ വരാതെ തെഫ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ എഫിഷ്യൻസിയുടെ ഭാഗമായിട്ട്, അതായത് നമ്മൾ എല്ലാ എക്യുപ്മെന്റ്സ് എഫിഷ്യന്റ് അല്ലാതെ യൂസ് ചെയ്യുന്നതിന്റെ പ്രശ്നങ്ങൾ, നമ്മൾ ഡിസൈൻ ചെയ്തതിലുള്ള അപാകതകൾ, ഇതെല്ലാം ഇൻഎഫിഷ്യൻസിക്കകത്ത് വരും. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് ഓൾമോസ്റ്റ് നമുക്ക് 325-400 ടെറാവാട്ട് അവർ നമുക്ക് എന്താണ്, നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഇതിന്റെ ഒരു സ്കെയില് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ ഓസ്ട്രേലിയ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ടോട്ടൽ ആനുവൽ കൺസപ്ഷൻ ആണ് നമുക്കിവിടെ ഇന്ത്യയിൽ ലോസ് ആയിട്ട് വരുന്നത്. അതാണ് അതിന്റെ ഒരു സ്കെയില് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ ഒരു ക്ലാസ്സിൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല്, നമ്മൾ ആസ് ആൻ MEP എഞ്ചിനീയർ, അല്ലെങ്കിൽ നിങ്ങൾ ആ MEP സെക്ടറിലോട്ട് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ഇതിനകത്തേക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ബേസിക്കലി ഇതിനകത്തേക്ക് നോക്കുന്നത്. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായോ? എന്താണ് ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നതെന്നുള്ളത്? ഓക്കെ ഓക്കെ ഞാൻ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്കൊരു ജനറൽ ഐഡിയ കിട്ടാൻ, നമ്മൾ ഏതൊരു സബ്ജക്ട് പഠിച്ചാലും അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ബെറ്റർ. ആ കാരണം കൊണ്ട് മാത്രം ഞാൻ ഈ സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്തത്. ഇതിനകത്ത് പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ആ, നമുക്ക് ഫിനാൻഷ്യൽ ഇയർ 2023-24 നമ്മുടെ മൊത്തത്തിലുള്ള ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി, അതായത് ഈ പവർ എവിടെയെങ്കിലും ജനറേറ്റ് ചെയ്യണമല്ലോ. ഈ ജനറേറ്റ് ചെയ്യുന്ന പവർ നമ്മൾ പറയുന്ന, ഇപ്പൊ നമ്മളൊരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് 5 മെഗാവാട്ടിന്റെ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ, ഒരു 5 മെഗാവാട്ടിന്റെ പവർ പ്ലാന്റ്, അല്ലെങ്കിൽ ഒരു 2000 മെഗാവാട്ടിന്റെ പവർ പ്ലാന്റ്, അല്ലെങ്കിൽ 2 ഗിഗാവാട്ടിന്റെ പവർ പ്ലാന്റ് എന്നാ പറയുന്നത്. അപ്പൊ നമ്മുടെ ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഫിനാൻഷ്യൽ ഇയർ 2023-24 നോക്കുമ്പോൾ 622 ഗിഗാവാട്ട് അവർ ആണ് നമ്മുടെ ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. അതായത് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇത്രയും ഇൻസ്റ്റാൾഡ് ഓൾട്ടർനേറ്റേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് പവർ ജനറേറ്റ് ചെയ്യാനായിട്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 442 ഗിഗാവാട്ട്സ് തെർമലിലാണ്. തെർമൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കോള് കത്തിച്ച് കോള് ബേൺ ചെയ്ത് നമ്മൾ വാട്ടർ ഹീറ്റ് ചെയ്ത് അതിനെ സ്റ്റീമാക്കി, ആ സ്റ്റീം കൊണ്ട് ടർബൈൻ കറക്കി നമ്മൾ പവർ ജനറേറ്റ് ചെയ്യുന്നതിനെയാണ് ഈ തെർമൽ പവർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് 442 തെർമൽ പവർ പ്ലാന്റ്സ്. അത് കോള് തന്നെ ആണോന്നില്ല, നമുക്ക് ഡീസൽ പവർ പ്ലാന്റ്സ് ഉണ്ട്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഉണ്ട്. അപ്പം ഇതെല്ലാം ചേർത്തിട്ടാണ് ഈ പറയുന്ന 442 വരുന്നത്. പിന്നെ റിന്യൂവബിൾ ആയിട്ടുള്ളതിൽ 180 ഗിഗാവാട്ട് നമുക്കിതുണ്ട്. ഇത് ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി പറയുന്ന. പിന്നെ ഈ എനർജി ജനറേറ്റഡ് പറയുന്നത് എന്താ, പെർ അവറിലാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് 1624, നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ,
എന്താ ടെറാവാട്ട് അവർ നമ്മൾ ഓൾമോസ്റ്റ് പവർ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തുനിന്ന്. നമ്മുടെ അപ്പം ടോട്ടൽ പവർ ജനറേഷൻ, ഇന്ത്യയുടെ ടോട്ടൽ പവർ ജനറേഷനിൽ 74.3% നമ്മൾ കോൾ ഉപയോഗിച്ചാണ് ഈ പറയുന്ന നമ്മുടെ ടോട്ടൽ പവർ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഓൾമോസ്റ്റ് 12.2% എന്ന് പറയുന്ന റിന്യൂവബിളാണ്. റിന്യൂവബിളിനകത്ത് എല്ലാം വരും. നമ്മുടെ സോളാർ വരും, വിൻഡ് എനർജി വരും, ഈ പറയുന്ന പോലെ നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് വരും. ഇതെല്ലാം ഇതിനകത്തേക്ക് വരും. അതായത് നമുക്ക് ഇതിനകത്ത് പറയുന്നത് നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 5.8. അതായത് നമ്മുടെ ഓരോ വർഷത്തെയും ഗ്രോത്ത് നമ്മുടെ പവർ കൺസപ്ഷൻ്റെ അത് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുക. ഈ പീക്ക് ഡിമാൻഡ് എന്താണെന്ന് ചോദിച്ച്, പീക്ക് ഡിമാൻഡ് ഒക്കെ ഇപ്പം പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി. അത് നമുക്ക് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ക്ലാസ്സസ് ആകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. പീക്ക് ഡിമാൻഡിനെ അല്ലെങ്കിൽ മാക്സിമം ഡിമാൻഡ് എന്നൊക്കെ പറയാം. അതായത് ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഒരു ടൈമിൽ മാക്സിമം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിമാൻഡാണ് ആ പീക്ക് ഡിമാൻഡ് എന്ന് പറയുന്നത്. നമുക്കിനി കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. അപ്പം ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും ഏറ്റവും പ്രശ്നമുള്ളതുമായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി എല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ഗ്രിഡിലേക്ക് കൊടുത്താലും ഓൾമോസ്റ്റ് 20.5% നമുക്ക് ലോസസ് ആവുന്നുണ്ട്. അപ്പൊ ഈ 20.5 ലോസ് ആവുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ, ഓരോ 5 യൂണിറ്റ് കറണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോഴും അതിൽ 1 യൂണിറ്റ് നമുക്ക് ലോസ് ആയിക്കൊണ്ടിരിക്കുക. അത് ആ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കാരണം, എന്ത് ചിലപ്പോൾ ഹീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ടെഫ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇൻഎഫിഷ്യൻസി നമ്മൾ കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്യാത്തതുകൊണ്ടായിരിക്കും. ഇങ്ങനത്തെ ഓരോ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഈ പറയുന്ന ലോസസ് ഉണ്ടാകുന്നത്. അപ്പം ശരിക്കു പറഞ്ഞാൽ ഇതൊരു കണക്കെന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോ റീജിയണിലും നമുക്ക് ഓരോ ഡിസ്കോംസ് ഉണ്ട്. ഡിസ്കോംസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് എന്നാവും ഇതിനകത്ത് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് ആണ്. ഇപ്പൊ നമുക്ക് അതിനെപ്പറ്റി അറിയാത്ത എന്താ വെച്ചാൽ, നമ്മൾ കേരളത്തിൽ നോക്കിയാൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷനും ട്രാൻസ്മിഷൻ ജനറേഷനും എല്ലാം ചെയ്യുന്നത് KCB ആണ്. പക്ഷെ നമ്മൾ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അവരുടെ ഗവൺമെന്റ് പാർട്ടീസും ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് പ്രൈവറ്റ് പാർട്ടീസും ഈ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഡിസ്കോംസിന്റെ കണക്കനുസരിച്ച് അതായത് ജമ്മു ആൻഡ് കാശ്മീരിൽ ഓൾമോസ്റ്റ് 50% ലോസസ് ജമ്മു ആൻഡ് കാശ്മീരിൽ ഉണ്ടാകുന്നുണ്ട് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ സെക്ടറിൽ. 35-40% ബീഹാർ, ഒഡീഷ ആ സ്ഥലങ്ങളിലുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഓൾമോസ്റ്റ് 6 ലക്ഷം കോടി രൂപയുടെ ലോസസ് നമുക്ക് വർഷങ്ങളിൽ ഡിസ്കോമിന് ഉണ്ടാകുന്നു എന്നാണ് എന്താണ് നമ്മുടെ കണക്കുകൾ പറയുന്നത്. അപ്പം പിന്നെ നമുക്കുള്ള വേറൊരു ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കുന്നത് നമുക്കൊരു റിന്യൂവബിൾ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു 2030 ആകുമ്പോഴത്തേക്ക് 500 ഗിഗാവാട്ടിലോട്ട് എത്തിക്കണം എന്നുള്ള ഒരു റിന്യൂവബിൾ കപ്പാസിറ്റിയുടെ ഒരു മിഷനും കൂടെ ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നോക്കാം. നമ്മുടെ കേരളത്തിലെടുത്ത മിക്കവാറുള്ള വീടുകളിലെല്ലാം സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്, റൂഫ് ടോപ്പ് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു റിന്യൂവബിൾ എന്താ പറയാ, ഒരു റിന്യൂവബിൾ എനർജിയുടെ അല്ലെങ്കിൽ ഒരു റിന്യൂവബിൾ സോഴ്സസിന്റെ എക്സാമ്പിൾസ് ആണ്. അല്ലെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു 500 ഗിഗാവാട്ട് എങ്കിലും കപ്പാസിറ്റി എത്തിക്കണം. അതുകൊണ്ടാണ് ഇപ്പൊ ഈ പറയുന്ന പല സോളാർ ഇൻസ്റ്റലേഷൻസും നമുക്ക് സബ്സിഡി കിട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള എനർജി എന്താണ് പറയുന്നത്, ഇന്ത്യയിലുള്ള മൊത്തത്തിലുള്ള ഒരു യൂസേജിന്റെ ഒരു കാര്യം. ഇത് ഞാൻ പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ഈ ലോസസിനെ പറ്റിയാണ് നിങ്ങൾ നോക്കേണ്ടത്. അതായത് ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ഡിസൈൻ കാരണവും, അല്ലെങ്കിൽ ഈ പറയുന്ന തെഫ്റ്റ് കാരണവും, I²R ലോസ് കാരണവും ഒക്കെ നമുക്ക് ഇത്രത്തോളം ബേർഡൻ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്മിഷൻ, ജനറേറ്റിംഗ് സെക്ടറിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഈ പവർ എവിടെയൊക്കെ ഡിസപ്പിയർ ആവുന്നുണ്ടെന്നുള്ള ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുക. നമ്മൾ ജനറേഷൻ സൈഡിൽ നമുക്ക് 5-8% ഉണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കോൾ പ്ലാന്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന കൽക്കരി കത്തിച്ച് അത് ബേൺ ചെയ്ത് എടുക്കുന്ന പ്ലാന്റിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 38% ഒക്കെ വരുള്ളൂ. അതായത് മെക്കാനിക്കലി വർക്ക് ചെയ്യുന്ന എക്യുപ്മെന്റ്സിനെല്ലാം കുറച്ച് എഫിഷ്യൻസി കുറവായിരിക്കും. ഇപ്പൊ ഇൻഡക്ഷൻ മോട്ടോർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ എഫിഷ്യൻസി പറയുന്നത് 70-75%, അല്ലെങ്കിൽ അതിലും താഴെ. അപ്പം അതായത് റൊട്ടേറ്റിംഗ് പാർട്സ് വരുന്ന എല്ലാ സാധനങ്ങൾക്കും കുറച്ച് എഫിഷ്യൻസി കുറവായിരിക്കും. അപ്പൊ ജനറേറ്റിംഗ് സൈഡിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5-8% പവർ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതായത് ഇതൊരു എക്സാമ്പിൾ വെച്ച് പറയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു 100 മെഗാവാട്ട് ജനറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്ന് മനസ്സിൽ ചിന്തിക്കുക. 100 മെഗാവാട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ തന്നെ
ആ ജനറേഷൻ സൈഡിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 92 ഓർ 95 മെഗാവാട്ടേ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നുള്ളൂ. ഇവിടെ ഇത് ജനറേഷൻ കഴിഞ്ഞ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം. ഈ ട്രാൻസ്മിഷൻ സൈഡ് വരുമ്പോൾ എന്താ, നമുക്ക് ഓൾമോസ്റ്റ് 4.5 lakh കിലോമീറ്റർ സർക്യൂട്ട് കിടക്കുക നമ്മുടെ ഈ എല്ലാ സ്ഥലത്തോട്ടും നമുക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ സ്ഥലത്തേക്ക് എല്ലാം പോകുമ്പോൾ എന്താ, നമുക്ക് ഈ ഹീറ്റ് ലോസ് ഉണ്ടാവും. ഹീറ്റ് ലോസ് മാത്രമല്ല, വേറെ ഒരുപാട് ലോസസ് ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ അഫക്ട് ചെയ്യുന്നത് ഹീറ്റ് ലോസ് ആയതുകൊണ്ട് ഈ പറയുന്ന കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് കാരണം ഉണ്ടാകുന്ന ഹീറ്റ് ലോസ് ആയതുകൊണ്ട് അതിനെ I²R ലോസ് എന്ന് നമ്മൾ വിളിക്കുക. അപ്പം അങ്ങനത്തെ ലോസസ് ഒരു സൈഡിലുണ്ട്. അപ്പൊ അത് ഓൾമോസ്റ്റ് 3.93%. ഈ പറയുന്ന ഇതെല്ലാം 2023 ഫിനാൻഷ്യൽ ഇയർ. കാര്യം ഇത് ഇപ്പൊ പുതിയ ഡേറ്റാസ് നമുക്ക് കിട്ടി വരുന്നില്ല. അതൊരു 2 വർഷം, ഇപ്പൊ എനിക്ക് തോന്നുന്നു അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ അതായത് 23-24 നമുക്ക് കിട്ടും. അപ്പോഴേ നമുക്ക് അതിന്റെ ഒരു നമ്മൾ എത്രത്തോളം എഫിഷ്യന്റ് ആയി വരുന്നുണ്ടെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഈ ഈ പറയുന്ന ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് ഓൾമോസ്റ്റ് 3.93% അവിടെ ലോസ് ഉണ്ടാവുന്നുണ്ട്. അതായത് നമ്മൾ പറയുന്നത് 3 to 5% ലോസ് നമുക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, ഡിസ്ട്രിബ്യൂഷൻ സൈഡിലാണ് ഏറ്റവും കൂടുതൽ ലോസസ് വരുന്നത്. കാര്യം ഏറ്റവും കൂടുതൽ തെഫ്റ്റ് ഒക്കെ നടക്കുന്നത് ഈ ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ. അപ്പൊ ആ സ്ഥലത്ത് ചിലപ്പം നമ്മളെ ഡിസൈനും കാര്യങ്ങളും എല്ലാം നമുക്ക് വരുന്ന ഡിസ്ട്രിബ്യൂഷൻ സൈഡിലാണ്. കാര്യം ഇപ്പൊ നമ്മൾ ബിൽഡിംഗ് സർവീസസിന്റെ ഡിസൈൻ പഠിക്കുന്നുണ്ടാണ് അങ്ങനെ പറഞ്ഞ്. നമ്മുടെ ഇലക്ട്രിക്കൽ ഡിസൈനിങ് ഈ ജനറേഷനിലും ട്രാൻസ്മിഷനിലും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ബിൽഡിംഗ് സർവീസ് പഠിക്കുന്നതുകൊണ്ട് ഈ ഡിസ്ട്രിബ്യൂഷനിലാണ് ഏറ്റവും കൂടുതൽ MEP എഞ്ചിനീയേഴ്സ്, ഈ ബിൽഡിംഗ് സർവീസ് ചെയ്യുന്ന ആൾക്കാർ വരുന്നത്. ഈ സ്ഥലത്ത് നമുക്കൊരു 15-20% ലോസസ് വരുന്നുണ്ട്. അതായത് ഏറ്റവും വേസ്റ്റ് കേസ് ലോസസ് വരുന്ന ജമ്മു ആൻഡ് കാശ്മീരിലും ഏറ്റവും ബെസ്റ്റ് മഹാരാഷ്ട്ര, ഗുജറാത്ത് ഏരിയയിലും ആണെന്നാണ് നമ്മുടെ കണക്കുകൾ പറയുന്നത്. അപ്പം നമ്മൾ 100 മെഗാവാട്ട് പവർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൺസ്യൂമറിന് യൂസ് ചെയ്യാനായിട്ട് കിട്ടുന്നത് 75 മെഗാവാട്ടേ ഉള്ളൂ. അതായത് ഓൾമോസ്റ്റ് 25 മെഗാവാട്ട് നമുക്ക് ലോസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അതൊരു വലിയ 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 പ്രശ്നം തന്നെയാണ്. വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളപ്പം ഈ പറയുന്ന സ്ഥലങ്ങളിൽ എത്രത്തോളം എഫിഷ്യന്റ് ആകാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് എന്താണ് ഈ പറയുന്ന ലോസസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ ഈ പറയുന്ന ഒരു എക്സാമ്പിൾ വെച്ച് പറയുക. ഇതിനകത്ത് എടുത്തേക്കുന്നത് ഈ പറയുന്ന പവർ സ്റ്റേഷൻ NTPC ഈ പറയുന്ന വിദ്യാചൽ എന്ന് പറയുന്ന സ്ഥലത്തെ, അതെ, ആ ഭോപ്പാൽ, അതായത് ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഓഫ് ഭോപ്പാലിലേക്ക് നമ്മളെ കൊടുത്തപ്പോൾ ഉണ്ടായ ഒരു 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 ഫിനാൻഷ്യലുള്ള ഒരു കേസ് സ്റ്റഡി ആയത്. ഈ കേസ് സ്റ്റഡി വെച്ച് ഈ പറയുന്ന NTPC വിദ്യാചൽ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഭയങ്കര വലിയൊരു പവർ പ്ലാന്റ്. അതായത് ഓൾമോസ്റ്റ് 2700 എനിക്കൊന്ന് മെഗാവാട്ടിന്റെ എന്തോ പ്രൊഡക്ഷൻ ഉള്ള ലോകത്തിലെ തന്നെ എന്തോ 10ാമത്തെ വലിയ പവർ പ്ലാന്റ്. എനിക്കത് എന്റെ കണക്കുകൾ കറക്റ്റ് ആണോന്ന് അറിയത്തില്ല. പക്ഷെ ലോകത്തിലെ എന്തോ 10ാമത്തെ വലിയ ഈ പറയുന്ന വലിയ വലിയ പവർ പ്ലാന്റ് എന്ന് ഉദ്ദേശിച്ചത് ഈ പറയുന്ന കോൾ ഉപയോഗിച്ച് ഈ പറയുന്ന തെർമൽ പവർ പ്ലാന്റ്സിൽ വരുന്ന ഒരു 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 ഈ പറയുന്ന പവർ പ്ലാന്റ്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ, നമ്മളൊരു കേസ് സ്റ്റഡി എടുത്തതാണ്. അതായത് ജനറേഷൻ നമ്മൾ 1000 മെഗാവാട്ടിന്റെ ജനറേഷൻ നമ്മൾ ഈ പറയുന്ന ബിൽഡിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് നെറ്റ് ഗ്രിഡ്, അതായത് ഗ്രിഡിലേക്ക് നമുക്ക് കൊടുക്കാൻ ലോസസ് ഒക്കെ കഴിഞ്ഞിട്ട് കിട്ടിയത് ഒരു 93 മെഗാവാട്ടാണ്. ഈ 93 മെഗാവാട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും നമുക്ക് ലോസസ് ഉണ്ടായി. അത് ഓൾമോസ്റ്റ് 420 കിലോമീറ്റർ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഭോപ്പാലിനടുത്തൊരു സബ്സ്റ്റേഷൻ, അതായത് ഇവിടെ നമുക്ക് കൊടുക്കുന്നത് ഈ പറയുന്ന ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഇൻ ഭോപ്പാൽ എന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിന്റെ അടുത്തുള്ള ഒരു സബ്സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 89 മെഗാവാട്ട് അവിടെ. അപ്പം ഈ ട്രാൻസ്മിഷൻ സൈഡിൽ നമുക്ക് ലോസസ് ഉണ്ടായി, ഈ ജനറേഷൻ സൈഡിലോ ഈ പറയുന്ന ലോസസ് ഉണ്ടായി. ഈ സബ്സ്റ്റേഷനിൽ നിന്നാണ് പിന്നെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് 89 മെഗാവാട്ട് ആണ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കിട്ടുന്നത്. അതിലും പിന്നെ ലോസസ് ഉണ്ടായി. നമുക്ക് ആ ഫൈനൽ കൺസ്യൂമറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഓൾമോസ്റ്റ് 73 മെഗാവാട്ട് ആണ് ഫൈനൽ കൺസ്യൂമറിന് കിട്ടുന്നത്. അപ്പൊ ഇതാണ് ആ ലോസസിന്റെ ഒരു ആ കണക്ക് പറയുന്നത്. ഇത് നിങ്ങൾക്ക് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാകുന്ന, നമുക്ക് എന്തുമാത്രം പൈസ നഷ്ടം വരുന്നു എന്നുള്ളത് നോക്കുമ്പോഴാണല്ലോ നമുക്ക് കുറച്ചും കൂടെ അതിന്റെ ഒരു ഗ്രാവിറ്റി നമുക്ക് കിട്ടുന്നത്. അതായത് 73% എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തെ പറ്റി ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. അതായത് ഓരോ മണിക്കൂറിലും 27 മെഗാവാട്ട് വെച്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം. ആ സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് നഷ്ടം, ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്ത്. ഒരു യൂണിറ്റിന്റെ എനിക്കൊന്ന് പ്രൈസ്
₹8 വെച്ചായിരിക്കും എടുത്തത്. അപ്പം അത് എനിക്ക് കറക്റ്റ് ആയിട്ട് ഇതിനകത്തൊരു ഇതുണ്ട്. എനിക്ക് തോന്നുന്നു ₹8 വെച്ചായിരിക്കും എടുത്തത്. അത് കോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് 2.16 ലാക്ക് ഒരു മണിക്കൂറിൽ നഷ്ടപ്പെടുന്നുണ്ട്. ഈ പറയുന്ന 73% എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മുടെ ഇതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് 2.16 ലാക്ക്, അതായത് 2.16 ലക്ഷം ഒരു മണിക്കൂറിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതായത് ഒരു മാസത്തേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 18.9 കോടി രൂപയാണ് ഒരു മാസത്തെ ഈ പറയുന്ന നഷ്ടം എന്ന് പറയുന്നത്. ഈ പറയുന്ന 100 മെഗാവാട്ട് ജനറേറ്റ് ചെയ്ത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ പോയി കൺസ്യൂമറിന് കിട്ടുമ്പോൾ നമ്മുടെ ആ ഇടയ്ക്ക് വരുന്ന നഷ്ടം, ഈ ലോസസ് കാരണം ഉണ്ടാകുന്ന നഷ്ടം ഇത്രയും വലുതാണ്. ഈ ഒരു ഗ്രാവിറ്റി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഈ ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തത്. ഇതിന്റെ ഞാൻ ഞാൻ ആ പറഞ്ഞത് മനസ്സിലായോ?